നമസ്കാരം. ആ മുറിയിൽ ആരോ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡ്, റൂം 203. രാത്രി ഇപ്പോഴും അതേ 2 മണി. രാധയുടെ കയ്യിൽ ആ പഴയ ഫോട്ടോ വിറച്ചു നിന്നു. ഇത് ഞാൻ തന്നെയാണോ? അവൾ അത്ഭുതത്തോടെ നോക്കി. ഫോട്ടോ വളരെ പഴയതായിരുന്നു. പക്ഷേ അതിലെ പെൺകുട്ടി രാധയുടെ പോലെ തന്നെ, അതേ മുഖം, അതേ കണ്ണുകൾ. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം, "നീ വന്നു?" രാധയുടെ ശരീരം മുഴുവൻ മഞ്ഞുപോലെയായി. അവൾ പതുക്കെ പിന്നോട്ട് തിരിഞ്ഞു. ആരുമില്ല. പക്ഷേ അവളുടെ മുറിയിലെ കണ്ണാടിയിൽ ആ ഫോട്ടോയിലുണ്ടായിരുന്ന പെൺകുട്ടി നിൽക്കുന്നു. രാധ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആരുമില്ല. അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. "ഞാൻ സ്വപ്നം കാണുന്നോ?" അവൾ സ്വയം ചോദിച്ചു. അവൾ വാതിലടച്ച് ബെഡിലിരുന്നു. പക്ഷേ ആ ഫോട്ടോയുടെ പിന്നിൽ എന്തോ എഴുതിയിരിക്കുന്നതായി അവൾ ശ്രദ്ധിച്ചു. അവൾ പതുക്കെ തിരിച്ചു നോക്കി. റൂം 203, ഡോണ്ട് സ്റ്റേ. രാധയുടെ കണ്ണുകൾ വലുതായി. ഇതിനെന്താണ് അർത്ഥം? അതേസമയം അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അൺനോൺ നമ്പർ. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ മറുവശത്ത് ആരും സംസാരിക്കുന്നില്ല. ചില സെക്കൻഡുകൾക്ക് ശേഷം ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം, "പൊയ്ക്കോ, അവൾ വരും." കോൾ കട്ട് ചെയ്തു. രാധയുടെ ശ്വാസം വേഗത്തിലായി. അവൾ വാതിലിലേക്ക് നോക്കി. പതുക്കെ വാതിൽ തുറക്കാൻ തുടങ്ങി. ഈ കഥയുടെ അവസാന ഭാഗം എപ്പിസോഡ് നമ്പർ 3, കോറിഡോറിലെ നിഴലിലുണ്ട്. അടുത്ത എപ്പിസോഡ് കോറിഡോറിലെ നിഴൽ. നിങ്ങൾക്കറിയാം, സസ്പെൻസ് തീരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓണാക്കി അടുത്ത എപ്പിസോഡ് കാണാനും മറക്കരുത്. നന്ദി, നമസ്കാരം.